ഇപ്പോൾ നമ്മോടൊപ്പം പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാമൂഹ്യ നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നമുക്കറിയാം ചെമ്മത്തൊട്ടി സെയിന്റ് ജോർജ് ഫെറാണോ പള്ളിയിൽ നടന്ന സംഭവം അത് ഒരു ചെറിയ സംഭവമായി കാണാൻ സാധിക്കില്ല. കാരണം ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ്. കാരണം കുറച്ച് ദിവസം മുൻപ് അവിടെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയ കുറച്ചു പേർ, അതിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് നിസ്കരിക്കാൻ ഇടം വേണം എന്ന് തന്നെയാണ്. പക്ഷേ അത് പള്ളി അധികാരികളോ മറ്റും സമ്മതിക്കാതെ വന്നതോടുകൂടി വലിയ ലഹളയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു കലാപത്തിലേക്ക് കടക്കുന്നു. പോലീസ് ഇടപെടുന്നു, അതെല്ലാം ഒത്തുതീർപ്പാക്കി അവരെ പിരിച്ചുവിടുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ 2 ഊറാറ മോഷണം പോകുന്നത്. അതിൽ ഒരെണ്ണം ഇപ്പോഴും കണ്ടിട്ടില്ല, മറ്റൊന്ന് ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ഇതിൽ സംശയപരമായ ചില കാര്യങ്ങൾ തന്നെ ഇല്ലേ? ഇതില് സംശയപരമായ കാര്യങ്ങളുണ്ട്. അവിടെ പ്രധാന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എന്റെ ഒരു സംശയം, ഈ കലോത്സവം ശിർക്കല്ലേ? കലോത്സവത്തിൽ എങ്ങനെയാ ഇവര് പങ്കെടുക്കുന്നത്? ജിഹാദികൾക്ക് കലോത്സവം ശിർക്കാണ്, സ്പോർട്സ് ശിർക്കാണ്, പാട്ടും ഡാൻസും എല്ലാം ശിർക്കാണ്. പിന്നെ എന്തിനാ ഇവര് ഈ കലോത്സവത്തിൽ വന്നതെന്ന് തന്നെ ഉള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സെക്കുലറിസം, മതേതരത്വം മൂത്ത് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയാണ് ഞങ്ങളുടെ പള്ളി കമ്മിറ്റി. അപ്പൊ ഇവിടെ ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് UDF-ൽ പെട്ട ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടായിരിക്കും ഇവർ മിക്കവാറും അവിടെ എത്തിയത്. അതേപറ്റി കൂടെ പള്ളി ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ ജിഹാഞ്ചലിസം, സെക്കുലറിസം, ഇന്ത്യ അലയൻസ് അങ്ങനെയൊക്കെയുള്ള ഐഡിയോളജി തലയ്ക്ക് പിടിച്ച കുറെ ക്രിസ്ത്യാനികളുണ്ട് ഈ പള്ളി കമ്മിറ്റിയിലും കത്തോലിക്ക കോൺഗ്രസിലും KCBM-ലും കേരള കോൺഗ്രസിലും ഒക്കെ. കാരണം ഇതിന്റെ അകത്തുനിന്ന് ഒരു ഇന്റേണൽ ഹെൽപ്പ് കൂടെ കിട്ടാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ഈ വഖഫിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണിത്. അതായത് പള്ളിയും സ്കൂളും മഠവും എല്ലാം വഖഫായി. ഈയിടെയെല്ലാം വിവിധ ജിഹാദി നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാര് ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുത്ത സ്വത്തുക്കളൊക്കെയാണ് ക്രിസ്ത്യാനിയുടെയിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് അതെല്ലാം വഖഫാണ്, അതെല്ലാം പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പള്ളിയും മഠവും സ്കൂളും എല്ലാം വഖഫാക്കാനുള്ള പരിപാടിയാണ്. ഒരു പ്രാവശ്യം നിസ്കരിച്ചാൽ അവിടെ മൊത്തം വഖഫാക്കാമല്ലോ. ഇതിന്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. ഇവർക്ക് എപ്പോഴും ഇവരുടെ ഇതില് എന്താണ്, സ്ത്രീകളെയും കുട്ടികളെയും പ്രവേശിപ്പിക്കാറില്ല. അപ്പൊ കുട്ടികൾക്ക് പോവാം, സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല. അപ്പൊ സ്ത്രീകൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങുന്നത്. ഇതേ പരിപാടി തുടങ്ങിയത് പണ്ട് തുർക്കിയിലും സിറിയയിലും ഒക്കെയാണ് ഈ പരിപാടി തുടങ്ങിയത്. അപ്പൊ തുർക്കി ഖലീഫയാണ് ഒരു ജിഹാദിക്ക് എപ്പോഴേലും നിസ്കരിക്കാൻ തോന്നിയാൽ ഡിമ്മികളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കയറി നിസ്കരിക്കാവുന്നതാണ് ഉമർ പാക്ട് എന്ന് പറയുന്ന പാക്ട് പറയുന്നത്. അപ്പൊ അത് കേരളത്തില് ഇപ്പൊ ശരിയായും വഖഫും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ ഉമർ പാക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ടെസ്റ്റ് ഡോസ് നടത്തി നോക്കുന്ന പരിപാടിയാണ്. അതായത് ഒരു ജിഹാദിക്ക് വഴിയെ നടന്നു പോകുമ്പോൾ നിസ്കരിക്കണമെന്ന് തോന്നിയാൽ ഒരു കാഫറിന്റെ വീട്ടിൽ കയറുന്നു, അവൻ അത് കൊടുത്തോണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ബഹളം ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഇവരൊരു അഗ്രഷൻ കാണിക്കുകയാണ്, ഞങ്ങൾ ഇത് വേണ്ടി വന്നാൽ പിടിച്ചെടുക്കും, ആരേലും വരുമോ എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രാമത്തിൽ 100-200 ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ താമസിക്കുന്നു. ഒരു 10-20 ജിഹാദികൾ അവിടെ വന്ന് ഇവർക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ, ഒരുത്തന്നെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കിയാൽ ബാക്കി 199 ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇവനെ സഹായിക്കത്തില്ല. ആ ഒരു ധൈര്യം ഇവർക്കുണ്ട്. അതായത് ഹിന്ദുവും ക്രിസ്ത്യാനിയും യുണൈറ്റഡ് അല്ല, ഞങ്ങൾക്ക് എന്ത് വേണേ ആകാം, മുഷ്ടി ബലം കാണിക്കാം, അക്രമം നടത്താമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് തന്നു. അതാണ് ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയും. സ്നേഹത്തിന്റെ കടയാണ് സംഭവം. പപ്പൂക്കാനും ഇന്ത്യ അലയൻസും കാണിക്കുന്ന സ്നേഹത്തിന്റെ കടയാണ്. ആ സ്നേഹത്തിന്റെ കടയ്ക്ക് വോട്ട് ചെയ്ത ക്രിസ്ത്യാനിക്ക് ഇതല്ല, ഇതിലപ്പുറം വരണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള. സ്നേഹത്തിന്റെ കടയ്ക്ക് വോട്ട് ചെയ്തവരും വോട്ട് ചോദിച്ചവരും എല്ലാം മുങ്ങിയിരിക്കല്ലേ? ഈ പ്രശ്നത്തിലുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മീഡിയ, ജനൻ TV അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മീഡിയ ഇത് പറഞ്ഞോ? ഈ സത്യം പുറത്തറിയിച്ചോ? നടന്നിട്ട് 3-4 ദിവസമായി. അപ്പോ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായി അവരുടെ മത നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഖലീഫ ഉമറിന്റെ നിയമങ്ങളൊക്കെ കേരളത്തിൽ കൂടെ പയ്യെ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ കണ്ണൂരിൽ നിന്ന് തൊട്ടടുത്ത ഒരു അമ്പലത്തിലും ഇതുപോലെ കയറി നിസ്കാരം നടത്തുകയും ഇതുപോലെ മീറ്റിംഗ് നടത്തുകയും ചെയ്ത ഒരു കാര്യം അവരിപ്പോ വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ ജില്ലയെ ഇവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രം കൃത്യമായിട്ട് പള്ളികൾക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ പള്ളിയൊക്കെ കരിയായി പോകും. അതുകൊണ്ട് കേന്ദ്രം പട്ടാളത്തെ ഇറക്കി ഈ ജിഹാദികളിൽ നിന്നും പള്ളിക്കും മഠത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കണം, അമ്പലത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കണം. കാരണം ഇത് പല ടെസ്റ്റ് ഡോസ് നടത്തുകയാണ്. ആ ഭാഗത്ത് റെസിസ്റ്റൻസ് വരുവോ, ആ ഭാഗത്ത് ഞങ്ങൾ ഖിലാഫത്ത് നടത്തിയാൽ റെസിസ്റ്റൻസ് വരുവോ എന്നുള്ള കാര്യം സൂത്രത്തിൽ ചെക്ക് ചെയ്യുന്ന ഭാഗമാണ്, ടെസ്റ്റ് ഡോസ് ഇറക്കി നോക്കുന്ന ഭാഗമാണ്. അപ്പൊ അതിനെ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായിട്ട് എടുക്കണം. അതുപോലെ സഭാധികാരികൾ പേടിച്ചിരിക്കുകയാണ്. അവർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടക്കണം. മുനമ്പത്തിന്റെ കാര്യത്തിലാണേലും വഖഫിന്റെ കാര്യത്തിലാണേലും ഈ പള്ളി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും
സഭ കൃത്യമായിട്ട് കേന്ദ്രത്തിനോടൊപ്പം നിന്നുകൊണ്ട്, കേന്ദ്ര ഗവൺമെന്റിനോടും BJP-യോടും ഒപ്പം നിന്നുകൊണ്ട് ഈ ജിഹാദികളുടെ അന്യായങ്ങളെ ചെറുക്കണം. അൽമായരെ സംരക്ഷിക്കണം, പള്ളിയും പള്ളി സ്വത്തുക്കളും സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.